ഹലോ നമസ്കാരം. ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി വണ്ടിയാണ് കേട്ടോ. കിയയുടെ സെൽറ്റോസ്. സെൽറ്റോസിലെ തന്നെ ടോപ്പ് വേരിയൻ്റ് വണ്ടിയാണ്. ഏകദേശം 26 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്ന വണ്ടി. അതിൻ്റെ കീയാണ് നിങ്ങൾ കാണുന്നത്. നല്ല പ്രീമിയം ലുക്കുള്ള, അതേപോലെ തന്നെ നല്ല വെയിറ്റുള്ള കീയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടിയുടെ അകത്തേക്ക് ഇരുന്നുകൊണ്ട് സംസാരിക്കാം. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഞാൻ പറയുന്നുണ്ട്, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, അതുപോലെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഏകദേശം ഷോറൂം കണ്ടീഷനിലാണ് എൻ്റെ കൈ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വണ്ടി കിട്ടുമ്പോൾ ഏകദേശം 200 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ. വണ്ടി കസ്റ്റമർ എടുത്തിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു 3 ദിവസം കൊണ്ട് ഞാൻ ഏകദേശം ലോങ് ഡ്രൈവ് ആയിരുന്നു കേട്ടോ. ഒരു 1800 കിലോമീറ്ററോളം വണ്ടി ഓടിച്ചു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സാധാരണ ഒരു വണ്ടി, ലക്ഷറി വണ്ടി കയ്യിൽ കിട്ടുന്ന സമയത്ത് അത് പല സെറ്റിങ്സുകളും ഓഫാക്കി വെച്ചിട്ടുണ്ടാകും. പക്ഷേ ഈ ഒരു വണ്ടി പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ എല്ലാ സെറ്റിങ്സും ഓൺ ആയിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അത് മാത്രമല്ല, ഒട്ടും ടയേർഡ് അറിയാണ്ടായിരുന്നില്ല. അത്രയും നല്ല ഡ്രൈവിംഗ് കംഫർട്ട് തരുന്നൊരു വണ്ടിയും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലെ അകക്കാഴ്ചകളൊക്കെ പറയുകയാണെങ്കിൽ നല്ലൊരു ലെതർ ഫിനിഷിങ്ങോട് കൂടിയ ഡാഷ്ബോർഡ്, പിന്നെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും അതുപോലെ തന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും രണ്ടും ഒരേ സ്ക്രീനാണെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. വലിയൊരു ഡിസ്പ്ലേ. ഇത് തന്നെയാണ് ഈ വണ്ടിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത കാര്യം. പിന്നെ ക്രൂയിസ് കൺട്രോളും അതുപോലെ തന്നെ ലൈൻ അസിസ്റ്റ്, കൊളിഷൻ വാർണിംഗ് ഒക്കെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റിയറിങ്ങിൻ്റെ. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇൻഫോർടൈൻമെൻറ്റ് കൺട്രോൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈപ്പറൊക്കെ നോർമലി വരുന്ന പോലെ തന്നെ ലെഫ്റ്റ് സൈഡും, അതേപോലെ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇൻഡിക്കേറ്റർ, പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റ്, അതുപോലെ പാഡിൽ ഷിഫ്റ്റൊക്കെ നോർമലി വരുന്ന പോലെ തന്നെ കൊടുത്തിട്ടുണ്ട് സ്റ്റിയറിങ്ങിൻ്റെ തൊട്ട് താഴെയായിട്ട്. പിന്നെ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. B6 ഡീസൽ എഞ്ചിനാണ് വരുന്നത്. ഡ്രൈവിങ്ങിൻ്റെ സമയത്ത് ഗിയർ ഷിഫ്റ്റിംഗ് ഒന്നും നമ്മൾ അറിയത്തേയില്ല, അത്രയും സ്മൂത്താണ്. അതുപോലെ തന്നെ എഞ്ചിൻ്റെ നോയ്സ് ഒന്നും അകത്തേക്ക് വരത്തില്ല കേട്ടോ, അധികമൊന്നും. പിന്നെ ഇതാണ് പാർക്കിംഗ് ബ്രേക്ക്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കാണ്. അത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോ ഹോൾഡ് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി നിർത്തിയാൽ തന്നെ പാർക്കിംഗ് ബ്രേക്ക് വീഴുന്നുണ്ട്. പിന്നെ ഡ്രൈവ്, അതുപോലെ ട്രാക്ഷൻ കൺട്രോൾ, ഇത് രണ്ട് ഈ ഒരു ബട്ടണിലാണ് വരുന്നത്. 3 മോഡാണ്, സിറ്റി മോഡ് അല്ലെങ്കിൽ നോർമൽ, പിന്നെ ഇക്കോ മോഡ്, അടുത്തത് ഒന്ന് വരുന്നത് സ്പോർട്ട് മോഡ്. ഈ 3 മോഡാണ് വരുന്നത്. പിന്നെ സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്, പാസഞ്ചർ സൈഡിലേക്കും അതുപോലെ തന്നെ ഡ്രൈവർ സൈഡിലും 2 സീറ്റിന് സീറ്റ് വെന്റിലേഷൻ ഉണ്ട്. പിന്നെ നമുക്ക് 360 വ്യൂ ക്യാമറ അതും ഉണ്ട്. അതുപോലെ തന്നെ പാർക്ക് അസിസ്റ്റ് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനുള്ള ബട്ടണാണ് തൊട്ട് താഴെ കാണുന്നത് കേട്ടോ. അതുപോലെ AC നോക്കുകയാണെങ്കിലും ഡ്രൈവർ സൈഡും പാസഞ്ചർ സൈഡും സെപ്പറേറ്റ് കൂളിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. നല്ല പവർഫുൾ AC ആണ്, ഒരുപക്ഷെ പുതിയ വണ്ടി ആയതുകൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ വൈബ്രേഷനോ കാര്യങ്ങളൊന്നുമില്ല. സാധാരണ AC ഒക്കെ ഇടുന്ന സമയത്തുള്ള വൈബ്രേഷൻ ഒന്നും വണ്ടിക്കുള്ളിൽ അറിയാനില്ല. അതുപോലെ കൺട്രോളിംഗ് ബട്ടൺസ് എല്ലാം നല്ല, എന്താ പറയുക, ലക്ഷറി ഫീലിംഗ് തരുന്നൊരു ബട്ടൺസാണ് കൊടുത്തിട്ടുള്ളത്. എനിക്കൊന്ന് BM-ലാണെന്ന് തോന്നുന്നത് ഇതിന് മുന്നേ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളത്. നല്ല ഫിനിഷും കാര്യങ്ങളുണ്ട് കേട്ടോ. നല്ല, എന്താ പറയുക, വണ്ടിയുടെ അകത്തിരിക്കുമ്പോൾ തന്നെ നല്ലൊരു ഫീലിംഗ് ആണ്. പിന്നെ മറ്റുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ എല്ലാ വണ്ടിയിലും വരുന്ന പോലെ തന്നെയാണ് കേട്ടോ. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് വ്യൂ മിററിൻ്റെ താഴെയുള്ള ക്യാമറകളാണ് മറ്റൊരു അട്രാക്ഷൻ കേട്ടോ. നമുക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ആ വ്യൂസ് നമുക്കിവിടെ കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം പവർ ഓൺ ചെയ്യാം. നല്ല ഫെമിലിയർ ആയിട്ടുള്ളൊരു സൗണ്ടാണ്. എനിക്കൊന്ന് ദൂരദർശൻ്റെ സൗണ്ടാണെന്നാണ് തോന്നുന്നത് കേട്ടോ. പവർ ഓൺ ചെയ്യാനായിട്ട് നമ്മുടെ പവർ ബട്ടൺ, ബ്രേക്ക് പ്രസ് ചെയ്യാതെ 2 പ്രാവശ്യം പ്രസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ പവർ ഓൺ ആയിട്ട് നമുക്കിനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ബ്രേക്ക് ചവിട്ടി പിടിച്ചുകൊണ്ട് പവർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഡിസ്പ്ലേ കേട്ടോ. നമ്മുടെ ഒരു സൈഡിൽ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അതേപോലെ തന്നെ അതിനോടനുബന്ധിച്ച് അതേ ഇതിൽ തന്നെ കണ്ടിന്യൂ ആയിട്ട് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ, രണ്ടും നല്ല പ്രീമിയം ലുക്കാണ് തരുന്നത്. ഇതിൻ്റെ ഡിസൈനൊക്കെ നമുക്ക് സെറ്റിങ്സിലൊക്കെ പോയിട്ട് മാറ്റാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റിങ്സൊക്കെ മാറ്റാൻ പറ്റും. അതുപോലെ ഈ ഒരു വണ്ടിയുടെ മൊത്ത ജാതകം തന്നെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ അല്ലെങ്കിൽ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഫുൾ സെറ്റിങ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കിലോമീറ്റർ സ്പീഡ്, അതുപോലെ തന്നെ ഫ്യൂൽ ഗേജ്, രണ്ടും ഇതിലാണ് കൊടുത്തിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ RPM-ഉം ഹീറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് റിയർ വ്യൂ മിററിൻ്റെ വ്യൂ നമുക്ക് കിട്ടും. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡോമീറ്റർ അതേപോലെ മാറിയിട്ട് അവിടെ ഡിജിറ്റലായിട്ട് റിയർ വ്യൂ മിററിലെ സീൻ അതേപോലെ വരും. അതേപോലെ റൈറ്റ് സൈഡിൽ RPM മാറിയിട്ട് റൈറ്റ് സൈഡിലെ റിയർ വ്യൂ മിററിലെ സീൻ അതേപോലെ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് ഈ വണ്ടിയുടെ മൈലേജ് ആണ് കേട്ടോ. എന്നെ അത്ഭുതപ്പെടുത്തിയ മൈലേജാണ്. ഒരു ലക്ഷറി വണ്ടിയിൽ ഇത്രയും മൈലേജ്, 15-നൊക്കെ മേലെ മൈലേജ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. 22.5 മൈലേജ്, 22.5 കിലോമീറ്റർ മൈലേജാണ് ഈ വണ്ടി തന്നത്. ഇതിപ്പോൾ സിറ്റിയിലേക്ക് എത്തിയപ്പോൾ 21.5-ലേക്ക് മാറിയതാണ്. 22.5 കിലോമീറ്റർ നമ്മൾ ലോങ്ങിൽ മൈലേജ് തന്നിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ സിറ്റിക്ക് അകത്ത് പറയുന്നത് 15-16 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ടെന്നാണ് കേട്ടോ. ഇനി നമുക്ക് വണ്ടിയിലെ കുറച്ച് ബട്ടൺസ് ഒക്കെ പരിചയപ്പെടാം. ഇത് ലൈൻ അസിസ്റ്റൻ്റ് ആണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഹൈവേയിലൊക്കെ പോകുന്ന സമയത്ത് റോഡിൽ ലൈൻ ഉണ്ടെങ്കിൽ ഈ ലൈൻ അസിസ്റ്റ് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ലൈന് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് വണ്ടി ഓട്ടോമാറ്റിക്കലി കൺട്രോളായിട്ട് പോയിക്കോളും. സ്റ്റിയറിംഗ് നമ്മളിങ്ങനെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. വണ്ടി തന്നെ ഓട്ടോമാറ്റിക്കലി സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോയിക്കോളും. അപ്പോൾ നമുക്ക് ഡ്രൈവിങ്ങിൽ അത്രയും ആയാസം കുറയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് ക്രൂയിസ് കൺട്രോളിൻ്റെ ബട്ടണാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ക്രൂയിസ് കൺട്രോൾ. അതുപോലെ തന്നെ തൊട്ട് താഴെ ക്രൂയിസ് ലിമിറ്റ്, സ്പീഡ് ലിമിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ, കൂട്ടാനും കുറയ്ക്കാനും പിന്നെ പോസ് ചെയ്യാനുള്ള ഓപ്ഷനാണത്.
പിന്നെ ഈ കാണുന്ന ബട്ടൺ ഇത് ഈ വണ്ടിയുടെ മറ്റൊരു ഹൈലൈറ്റ് ആണ്. എനിക്കൊന്ന് കൊളിഷൻ കൺട്രോൾ എന്നാണ് ഇതിനെ പറയാൻ തോന്നുന്നത്. നമ്മൾ ക്രൂയിസ് കൺട്രോളിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുൻപിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ വേഗത കുറയ്ക്കാനും ഒക്കെയുള്ളൊരു ഓപ്ഷനാണിത്. അപ്പോൾ നമുക്ക് 4 പോയിൻ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓരോ പോയിന്റ് കൂട്ടിയിടുന്നതിനനുസരിച്ച് മുമ്പിൽ പോകുന്ന ഒബ്ജക്റ്റുമായിട്ട് വണ്ടി അത്രയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും കേട്ടോ. അത് ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം, വൈകാതെ വണ്ടി ഓടിക്കുന്ന സമയത്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാം കേട്ടോ, ഡിസ്പ്ലേയിൽ കാണാം ഏതൊക്കെ ഓണാണ് ഓഫാണ്. ഇപ്പം നിങ്ങൾ ആ ഡിസ്പ്ലേയിൽ കാണുന്ന എ എന്ന് പറയുന്നത് എഞ്ചിൻ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ഓപ്ഷനാണ് കേട്ടോ. അതായത് നമ്മൾ വണ്ടിയൊക്കെ ട്രാഫിക്കിലൊക്കെ ഓടിക്കുന്ന സമയത്ത് സിഗ്നലൊക്കെ പോയി നിൽക്കുമ്പോൾ നിന്ന ഉടനെ എഞ്ചിൻ ഓഫ് ആവും, അതുപോലെ ബ്രേക്കിന് കാലെടുത്താൽ ഉടനെ ഓൺ ആവും. അപ്പോൾ നമുക്ക് ഈ ഒരു ബട്ടൺ ഇപ്പോൾ അത് ഓഫാണ്. അതായത് ഓരോ പ്രാവശ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മളത് ഓഫാക്കിയിട്ട് കഴിഞ്ഞാൽ ആ ഒരു സെറ്റിങ്സ് ഓഫ് ആയിക്കോളും. അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം ബ്രേക്ക് അടിച്ച് വണ്ടി നിർത്തുമ്പോഴും എഞ്ചിൻ ഓഫ് ആവും. ഓക്കെ, ഇനി ഞാൻ ഈ വണ്ടിയിലെ 360 വ്യൂ സെറ്റിങ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതിനാദ്യം ഡ്രൈവ് മോഡിലേക്ക് ഇടുന്നത്. ഇപ്പോൾ ഞാൻ റിവേഴ്സിലേക്ക് ഇട്ട സമയത്ത് റിവേഴ്സ് വ്യൂ അതുപോലെ തന്നെ 360 വ്യൂ ഇത് രണ്ടുമാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിൻ്റെ വ്യൂ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം കേട്ടോ. നമുക്കിവിടെ ക്യാമറ സെറ്റിങ്സ് ഒക്കെ മാറ്റാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് ഇതുപോലെ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് അല്ലെങ്കിൽ ഫ്രണ്ട് മാത്രം അല്ലെങ്കിൽ ബാക്ക് മാത്രം അല്ലെങ്കിൽ 360 വ്യൂ മാത്രം അങ്ങനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്ന പല സെറ്റിങ്സുകളും ഓണോ ഓഫൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഇവിടെ സെറ്റിങ്സിൽ പോയിട്ട് വെഹിക്കിൾ സെറ്റിങ്സ് ഉണ്ട്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് സെൻസറുകളോ ക്യാമറകളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനൊക്കെ പറ്റും. ഞാൻ അതിലേക്കൊന്നും അധികം പോയി നോക്കിയിട്ടില്ല, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ വണ്ടി ഓടിക്കുന്ന 1-2 ക്ലിപ്സും കൂടെ എടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ കാണുന്നത് ഡ്രൈവിങ്ങിനിടയ്ക്ക് ഞാൻ എടുത്തൊരു വീഡിയോ ആണ്. 52 കിലോമീറ്റർ സ്പീഡിൽ ക്രൂയിസ് കൺട്രോൾ സെറ്റ് ചെയ്തിട്ട് ലൈൻ അസിസ്റ്റ് ഓൺ ചെയ്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റിയറിംഗിൽ കൈ വെച്ചിട്ടില്ല, അല്ലാതെ തന്നെ ലൈനെ ബേസ് ചെയ്ത് വണ്ടി മൂവ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൂടാതെ കൊളിഷൻ കൺട്രോൾ ആണെന്ന് തോന്നുന്നു ആ ഒരു സെറ്റിങ്സ് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് 4 പോയിന്റിലാണ് വെച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 15-20 മീറ്റർ ഡിസ്റ്റൻസിൽ തന്നെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വണ്ടിയുടെ വേഗത കുറയും. ഓക്കെ, അപ്പോൾ സ്റ്റിയറിംഗിൽ കൈവെക്കാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരുപാട് ദൂരം നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. അതിനിടയ്ക്ക് ഇവിടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നമുക്ക് വാർണിംഗ് വരും, ബീപ്പ് സൗണ്ടോട് കൂടിയിട്ട് സ്റ്റിയറിംഗിൽ കൈ പിടിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡ്രൈവിങ്ങിനിടയ്ക്ക് ഒട്ടും ടയർഡ്നെസ് തോന്നിയിട്ടില്ല എനിക്ക്. ഇത്രയും ദൂരം ഈ 2000 കിലോമീറ്ററോളം വണ്ടി ഓടിച്ചിട്ട് ഒട്ടും ടയർഡ്നെസ് എനിക്ക് തോന്നിയിട്ടില്ല. അതൊരു ഹൈലൈറ്റ് ആണ് കേട്ടോ. അതുപോലെ ക്രൂയിസ് കൺട്രോളിൽ പോകുന്ന സമയത്ത് മുമ്പിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡിനനുസരിച്ച് വണ്ടി ഓട്ടോമാറ്റിക്കലി വണ്ടിയുടെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടായിരുന്നു. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. 50 കിലോമീറ്റർ സ്പീഡ് കൺട്രോൾ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുമ്പിലൊരു ഓട്ടോ ഉണ്ട്. അപ്പോൾ ആ ഓട്ടോയുടെ സ്പീഡിനനുസരിച്ച് നമ്മുടെ വണ്ടി ഇപ്പോൾ 40 താഴോട്ട് പോയിട്ടുണ്ട്. എന്നാൽ ക്രൂയിസ് 50 സെറ്റുമാണ്. അപ്പോൾ ഈ ഒരു സെറ്റിങ്സാണ് ഞാൻ പറഞ്ഞത്. കൊളിഷൻ വാർണിംഗ് ആണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്, എനിക്കറിയില്ല. അത് ഇപ്പോൾ 4 പോയിന്റ് വെച്ചുകൊണ്ടാണ് അത്രയും ഡിസ്റ്റൻസിലുള്ള ഒരു ഒബ്ജക്റ്റ് തന്നെ വണ്ടി ക്യാച്ച് ചെയ്തത്. അതേസമയം അതൊരു 3 പോയിന്റ് 1 പോയിൻ്റൊക്കെ വെക്കുകയാണെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് തൊട്ടടുത്ത് വന്നാൽ മാത്രമേ വണ്ടി സ്പീഡ് കുറയ്ക്കത്തുള്ളൂ. മാക്സിമം അതിൻ്റെ അടുത്ത് എത്രത്തോളം പോകാൻ പറ്റും അത്രത്തോളം പോകും. അപ്പോൾ അത് നമുക്ക് ഒவ்வொரு പോയിൻ്റായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് സ്റ്റിയറിംഗിൽ ക്രൂയിസിൻ്റെ താഴെ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ എനിക്ക് പറയാനുള്ളത്. വണ്ടിയുടെ റിവ്യൂ അല്ല, പക്ഷേ ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വണ്ടിയാണ് കേട്ടോ ഇത്. നല്ല ഡ്രൈവിംഗ് കംഫർട്ട്, വീണ്ടും വീണ്ടും ഞാൻ എടുത്ത് പറയുകയാണ്, ഇത്രയും ലോങ് ഡ്രൈവ് ചെയ്തിട്ട് എനിക്ക് ഒരു ടയർഡ്നെസ്സും ഉണ്ടായിട്ടില്ല. മറ്റ് വണ്ടികളൊന്നും പോലെയല്ല, നല്ല സ്മൂത്തായിട്ട് പോയിട്ടുണ്ടായിരുന്നു. വൈബ്രേഷനോ കാര്യങ്ങളൊന്നുമില്ല. ഡീസൽ എഞ്ചിനാണെന്ന് പോലും പറയത്തില്ല, അത്രയും സ്മൂത്തായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പറയുക. ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാളുടെ വണ്ടി നമുക്ക് ഡ്രൈവിംഗ് അറിയാം, പക്ഷേ മറ്റുള്ള വണ്ടികൾ ഓടിക്കാൻ അറിയാത്ത ആൾക്കാർക്ക് മറ്റുള്ള വണ്ടികളുടെ അകത്ത് എന്തൊക്കെയാണുള്ളതെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ, അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യുക, പിന്നെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.